ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജാൻമണിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജാൻമണിയുടെ റിയൽ ഫേസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വീക്കിലൊക്കെ ആണെങ്കിൽ ജാൻമണി ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ക്യൂട്ടായിട്ടുള്ള സംസാരങ്ങളിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടാനായിട്ട് ജാൻമണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജാൻമണി അവരുടെ റിയൽ ഫേസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാൻമണി ഇപ്പോൾ അവരുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തോ താഴ്ന്ന ആൾക്കാരാണ്, താൻ എന്തോ ഭയങ്കര പ്രിവിലേജ്ഡ് ആയ ആളാണ്, ഹൈ ക്ലാസ് ആണ്, സെലിബ്രിറ്റി ആണെന്നൊക്കെയാണ് ജാൻമണിയുടെ വിചാരം. എൻ്റെ അച്ഛൻ എന്താ ബെഗറാണെന്നാണോ വിചാരം? ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ എൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഞാൻ അവരെ ആക്രമിക്കും, അല്ലെങ്കിൽ ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കും. ഇവരാരാണ് ഇവരുടെ തലയിലാണോ മലയാളം ഇൻഡസ്ട്രി? ഇവരാണോ മലയാളം ഇൻഡസ്ട്രി ഭരിക്കുന്നത്? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവർ പറയാണ് ഞാൻ ശപിച്ചാൽ അത് നടക്കുന്നു. ഇവരാരാണ്? ബ്രഹ്മാവോ അതോ ബ്രഹ്മാവിൻ്റെ സിസ്റ്ററോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം കേട്ടോ. ഇവർ ശപിച്ചാൽ നടക്കുമ്പോഴും എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇവിടെ എല്ലാ മനുഷ്യരും ഈക്വലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രാൻസ്ജെൻഡറിന് ഒരു പ്രത്യേകം ശപിക്കാനോ അനുഗ്രഹിക്കാനോ ഉള്ള കഴിവുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ഒരു സർവാധികാര ആറ്റിറ്റ്യൂഡാണ്. കാരണം അത് കാണുമ്പോൾ ഇവരെന്തോ ബിഗ് ബോസിൻ്റെ മോളാണെന്നോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ അനിയത്തിയോ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ആണോ? അത്രയും ഒരു സർവാധികാര ആറ്റിറ്റ്യൂഡാണ് ഇവരവിടെ കാണിച്ചു കൂട്ടുന്നത്. നോറയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഒരു തേർഡ് ക്ലാസ് ആണെന്നല്ലേ. അത് നോറയ്ക്ക് വേറെ ഒന്നും വേണം. 100 days ഇരുന്ന് കരയാനായിട്ട് നോറയ്ക്ക് ഈ ഒറ്റൊരു റീസൺ മതി. അപ്പോൾ ജാൻമണി ശരിക്കും പറഞ്ഞാൽ നാദ്രേനാണ്. കഴിഞ്ഞ സീസണിൽ നാദ്രേനെ കണ്ട് പഠിക്കണം എന്നാണ് ഞാൻ പറയണത് കേട്ടോ. എന്തൊരു ക്ലാസി ബിഹേവിയർ ആയിരുന്നു നാദ്രയുടേത്. അവർ വന്നിട്ട് അവരുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുക അങ്ങനെ കഴിഞ്ഞ സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു സംസാരത്തിലൂടെ അവരുടെ ഒരു പെരുമാറ്റത്തിലൂടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ ഒരു പ്രൗഡാക്കുന്ന രീതിയിലുള്ളൊരു സംസാരവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു നമ്മുടെ നാദ്രയുടെ അടുത്തുണ്ടായിരുന്നത്. നാദ്ര ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നുള്ളതാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നാദ്ര നമ്മുടെ ഇടയിലുള്ള ഒരാളായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു അവരുടെ ഒരു ബിഹേവിയർ വന്നിട്ട്. സോ ജാൻമണിയൊക്കെ ഇവരൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനിയും ഇത്തരം സംസാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിലുള്ള വോട്ടിംഗ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ റീസൺ എന്ന് അറിയുന്നില്ല. മേ ബി നമ്മുടെ അലക്ക് കമ്മ്യൂണിറ്റി ടാസ്കിൽ ശ്രീരേഖ ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അവർ മേ ബി ക്വിറ്റ് ചെയ്യുന്നുണ്ടാവാം, അറിയുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. നമ്മൾ അവരുടെ ലൈഫ് സ്റ്റോറിയിൽ കേട്ടതാണ് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ആക്സിഡൻറ്റിൽ ചിലപ്പോൾ അവർക്ക് ക്വിറ്റ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടാവുമോ എന്ന് അറിയില്ല. നമുക്ക് വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ലഭിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ശ്രീരേഖ ചേച്ചി ക്വിറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചതായിരിക്കാം. എന്തായാലും നമുക്ക് കുറച്ച് സമയത്തിനുള്ള അത് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ജാൻമണിയെക്കുറിച്ച് തോന്നുന്നത് എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.